ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു ഹൈക്കോടതി. ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്ന് കോടതി ചോദിക്കുന്നു. മിനിറ്റ്സ് ബുക്കുകളിൽ ക്രമക്കേടുണ്ടെന്നും അത് അതീവ ഗുരുതരമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വിശ്വാസ്യത ഇല്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനെന്നും ചോദ്യമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിൽ വാതിലിന്റെയും പകർപ്പെടുക്കാൻ ദേവസ്വം ബോർഡ് അധികൃതർ പോറ്റിക്ക് അനുമതി നൽകിയത് നിയമവിരുദ്ധമായാണ്. ബോധപൂർവം ബോർഡ് അധികൃതർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു. ബോധപൂർവം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു എന്ന് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു, ആവർത്തിച്ചിരിക്കുന്നു കോടതി. സ്വർണ്ണ കവർച്ച കേസ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും. അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവുണ്ട്. രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം വളരെ ഗുരുതരമായ ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഒരു നിമിഷം പോലും ആ ഒരു പദവിയിൽ തുടരാൻ അയോഗ്യരാണ് എന്ന് തന്നെയാണ്. അതെ ദേവിക, അതായത് 2019 ഭരണസമിതിക്കെതിരെ മാത്രമല്ല 2025 PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതിക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കഴിഞ്ഞ തവണത്തെ ഇടക്കാല ഉത്തരവിൽ PS പ്രശാന്തുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തവണത്തെ ഈ 2025 സെപ്റ്റംബർ മാസം ദ്വാരപാലക പാളികൾ അതിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നുള്ളൊരു നിർദ്ദേശം ഈ കാലഘട്ടത്തിൽ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നൽകി എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പരാമർശം നടത്തിയത്. പക്ഷേ അതൊക്കെ തന്നെ പ്രശാന്ത് നിഷേധിക്കുകയൊക്കെ തന്നെ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ 2025 ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടു പോകാനായിട്ട് ഒരു അടിയന്തരമായിട്ടുള്ളൊരു സാഹചര്യം കെട്ടിച്ചമച്ചുകൊണ്ടുള്ള ഒരു നീക്കങ്ങൾ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനപ്പുറത്തേക്ക് അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതായത് ഈ സ്വർണ്ണ കവർച്ചയ്ക്കപ്പുറം ശബരിമലയിലെ മറ്റ് അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടുള്ള സംശയം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായാലും ശബരിമലയിലായാലും വൻ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് അയാൾ വിളിച്ചു പറയുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമൂല്യമായിട്ടുള്ള മറ്റു വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട്. പക്ഷേ അതൊരു സംശയം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇന്ന് ഹൈക്കോടതി പരാമർശം നടത്തിയിട്ടുള്ളത്. മറിച്ച് KT ശങ്കറിന്റെ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കും ആ വിഷയത്തിലേക്ക് ഹൈക്കോടതി കൃത്യമായിട്ടൊരു വിശകലനം നടത്തുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പുറമെ കണ്ടെത്തലുകളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കുകളിലൊക്കെ തന്നെ ഒരു ക്രമരാഹിത്യം, അതായത് ഒരു ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 2025 ജൂലൈ മാസം വരെയുള്ള രേഖപ്പെടുത്തലുകളുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള 3 മാസത്തെ അല്ലെങ്കിൽ പിന്നീടുള്ള മാസങ്ങളൊന്നും തന്നെ മിനിറ്റ്സ് ബുക്ക് കാലിയാണ്. മിനിറ്റ്സ് ബുക്കിൽ ഒരു രേഖപ്പെടുത്തലുകളുമില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ ദ്വാരപാലക പാളികൾ സെപ്റ്റംബർ മാസം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ നിയമപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മിനിറ്റ്സ് ബുക്കിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ മിനിറ്റ്സ് ബുക്കിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നതായെന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു ഒത്താശ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് ചില പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശരി രേഷ്മ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഐസൻ ജോസിലേക്ക് കൂടി എത്തുകയാണ്. ഐസൻ, വളരെ ഗുരുതരമായ ചില വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഹൈക്കോടതി. അതുമാത്രവുമല്ല, ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നെല്ലാം കോടതി ചോദിച്ചിട്ടുണ്ട്. മിനിറ്റ്സ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ അത് അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ചോദ്യം തന്നെയാണ് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അത്തരം നിഗമനങ്ങളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമായി കോടതി തന്നെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം ചെന്നൈയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ സ്മാർട്ട് ക്രിയേഷൻസിലെല്ലാം തന്നെ ഇത് കൊണ്ടുപോവുകയും അവിടെ കൊണ്ട് അത് നന്നാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ചൊക്കെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, അത് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. ഈ കുറ്റകൃത്യങ്ങൾ ശേഷം ഈ സ്വർണം അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നു. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, വലിയ കൊള്ള നടത്തുന്നു.
ഇത്തരം കൊള്ളകളെല്ലാം തന്നെ നടത്തിയതിന് ശേഷം ഈ ആതിഥ്യം സ്വീകരിച്ചോ എന്ന ചോദ്യം തന്നെ ഈ കൊള്ള നടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയോ എന്നതിൻ്റെ ഒരു മറുവശമായി തന്നെയാണ് നിരീക്ഷിക്കപ്പെടേണ്ടത്. സ്വാഭാവികമായും അത്തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അഴിമതി തന്നെയാണ്. അഴിമതിയാണെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം നിയമത്തിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും. മാത്രമല്ല, ഇത്തരത്തിൽ അയ്യപ്പനെ കാണിക്കയായി ലഭിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വഴിപാടായൊക്കെ ലഭിക്കുന്ന ഈ സ്വർണ്ണമെല്ലാം തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മോഷ്ടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് ഈ ഭരണാധികാരികളെന്ന് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഉണ്ടാകുന്നത്. രണ്ട് വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു സാമൂഹ്യ വിഷയം അല്ലെങ്കിൽ ഒരു വൈകാരിക വിഷയത്തിൽ ഒരു നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നു. ഒരു സർക്കാർ സ്വത്ത് അല്ലെങ്കിൽ ഒരു പൊതുസ്വത്തിൽ ഒരു പൊതുസ്വത്ത് അത് മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ നിയമാനുസൃതമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും അത് കൊണ്ടു നടക്കാനും ചുമതലപ്പെട്ടവർ അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന വലിയ രണ്ട് തെറ്റുകളാണ് ഈ നിയമത്തിന് മുന്നിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബോധ്യപ്പെടുത്തുന്ന പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് കോടതി. ആ ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് വളരെ കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചിരുന്നോ എന്നുള്ളത്. അങ്ങനെ ആതിഥ്യം സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് തിരിച്ച് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തിരിക്കും. ആ ഉപകാരം തന്നെയാണ് അഴിമതി. അഴിമതിയുടെ ആ ഒരു നേട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യ കാലഘട്ടത്തിൽ ഈ കേസ് ഉണ്ടായ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടികളെല്ലാം തന്നെ പ്രതീക്ഷ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയുള്ള മറുപടികളായിരുന്നു. അതെല്ലാം തന്നെ ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത തെളിഞ്ഞ് കാണുന്ന വഴി അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല, രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കോടതി പറഞ്ഞതിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിൽ വാതിലിന്റെയും പകർപ്പെടുക്കാൻ ദേവസ്വം ബോർഡ് അധികൃതർ പോറ്റിക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി കോടതി പറഞ്ഞു വെക്കുന്നു. ഇത് നിയമവിരുദ്ധമാണ്, ബോധപൂർവമാണ് ബോർഡ് അധികൃതർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതെന്നും കോടതി പറയുന്നുണ്ട്. അതെ ദേവിക, അതായത് ശബരിമല പോലുള്ള പരിപാവനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ അതിൽ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെയുണ്ട്. കാരണം എല്ലാ പ്രവർത്തനങ്ങളും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞിരിക്കണം. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മുഖാന്തരം ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ അനുമതി തേടുകയും വേണം. പക്ഷേ ഇതൊന്നും തന്നെ ചെയ്യാതെയാണ് ശബരിമലയിൽ ഈ ദ്വാരപാലക പാളികളൊക്കെ തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ 2025 അത്തരത്തിൽ ദേവസ്വം മാനുവലിന്റെ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുകളൊക്കെ തന്നെ ലംഘിച്ച് തന്നെയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. അതുകൂടാതെ ചില കണ്ടെത്തലുകൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ഈ പ്രധാന ശ്രീകോവിലിന്റെ വാതിൽപ്പാളി അത് ഒറിജിനൽ ആണോ എന്നുള്ള ഒരു സംശയം കൂടി നിലവിൽ ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ദേവസ്വം മിനിറ്റ്സ് രേഖകൾ, അതായത് ദേവസ്വം മിനിറ്റ്സ് രേഖകളിൽ കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ രേഖപ്പെടുത്തണം. അവിടുത്തെ എന്ത് പണിയാണെങ്കിലും, അറ്റകുറ്റപ്പണിയാണെങ്കിലും സംഭാവനകൾ വരുന്നതിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ 2025 ജൂലൈ 28 ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് രേഖകളിൽ ഒന്നും തന്നെ ഈ രേഖപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. അതായത് സെപ്റ്റംബർ മാസം ദ്വാരപാലക പാളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ മിനിറ്റ്സ് രേഖകളിൽ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒത്താശ, ഗൂഢാലോചന എന്നുള്ള രീതിയിൽ ആസൂത്രിതമായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളും ചെയ്തു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതുകൂടാതെ തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വിശ്വാസ്യത ഇല്ലാത്ത ആളാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അത്തരത്തിൽ വിശ്വാസ്യത ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തുകൊണ്ടാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത്? അതിന് ഏതെങ്കിലും തരത്തിൽ നേട്ടം, വ്യക്തിഗതമായിട്ടുള്ള നേട്ടം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ ഭരണസമിതിയിൽപ്പെട്ട ആളുകളോ കൈപ്പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കൂടി കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു പരിശോധന SIT സംഘം നടത്തണമെന്നുള്ള നിലയിലേക്കുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. അതായത് ഈ സ്വർണ്ണ കവർച്ച കേസിന് പുറമെ അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തിരുവിതാംകൂർ ഭരണസമിതിയിലുള്ള ആളുകൾ കൂടി പ്രതിപട്ടികയിലേക്ക് വരും. എന്തായാലും ഈ കട്ടളപ്പാളി കേസിലൊക്കെ തന്നെ 2019 കാലഘട്ടത്തിലെ ഭരണസമിതിയിലുള്ള ആളുകൾ പ്രതികളാണ്. പക്ഷെ പേരൊന്നും എടുത്ത് FIR-ൽ പറഞ്ഞിട്ടില്ല. ഇനി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും പട്ടികയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക. എന്തായാലും ഈ ദേവസ്വം മാനുവലും ഹൈക്കോടതിയുടെ ഉത്തരവും ബോധപൂർവം തന്നെ ഈ ഭരണസമിതി ലംഘിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത്തവണത്തെ 2025 PS പ്രശാന്തിന്റെ ഭരണസമിതി ഈ ഒരു അടിയന്തര സാഹചര്യം കെട്ടിച്ചമച്ചുകൊണ്ടാണ് ഈ ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയതെന്നുള്ള നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. കാരണം നേരത്തെ പ്രശാന്ത് പറഞ്ഞത് തങ്ങൾക്കൊന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകളൊന്നും തന്നെ
ഉണ്ടായിട്ടില്ല, മുൻകാല ഭരണസമിതികളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത്തവണത്തെ ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് രേഖകളിൽ കൃത്രിമത്വം അല്ലെങ്കിൽ അതിൽ രേഖപ്പെടുത്തലുകൾ ഇല്ലാതെ അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു അടിയന്തര സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ദ്വാരപാലക പാളികളാണെങ്കിലും കട്ടളപ്പാളികളാണെങ്കിലും അതിന്റെ അളവെടുക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകി എന്നുള്ളതാണ് മറ്റൊരു നിയമവിരുദ്ധത. അത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ സ്വർണ്ണപ്പാളികളുടെ അളവെടുക്കാനായിട്ട് നന്ദൻ എന്ന് പറയുന്ന ഒരു ആശാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചത്. ഈ പറയുന്ന നന്ദൻ എന്ന് പറയുന്ന ആശാരി ശബരിമലയിൽ സന്നിധാനത്തെത്തി കീഴ്ശാന്തിമാരുടെ സഹായത്തോടുകൂടി സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കുന്നു. നട തുറന്നിരുന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല, മിനിറ്റ്സ് രേഖകളിലും വേണം. അതുകൂടാതെ തന്നെ അതിന് ചില ഘട്ടങ്ങളൊക്കെ തന്നെയുണ്ട്. ആ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാതെ അറ്റകുറ്റപ്പണിക്കോ വെറുതെ ഒരാൾ വന്നിട്ട് അളവെടുക്കാനോ സാധിക്കുകയില്ല. പക്ഷേ ഇതൊക്കെ തന്നെ പെട്ടെന്നൊരു ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചതുപോലെ നിയന്ത്രിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് ഹൈക്കോടതി സംശയം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി ഇന്ന് നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ആയിട്ടുള്ളതാണ്. 2025 ഭരണസമിതി കൂടി പ്രതിക്കൂട്ടിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദേവിക. ശരി രേഷ്മ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുകയാണ് ഹൈക്കോടതി. ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. മിനിറ്റ്സ് ബുക്കുകളിൽ ക്രമക്കേട് അതീവ ഗുരുതരമാണെന്നും വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്തിന് വിശ്വസിച്ചു എന്നുമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. രേഷ്മ ബാബുവും ഐസൻ ജോസുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.